നിതീഷ് കുമാറിൽ നിന്നും ബീഹാറിലെ മുഖ്യമന്ത്രി പദം പിടിച്ചു വാങ്ങാൻ ബി.ജെ.പി. പഠിച്ച പണി 18 നോക്കിയിട്ടും തോറ്റു പിന്മാറേണ്ടി വന്നിരുന്നു. അങ്ങനെ തുടർച്ചയായി 10ാം തവണയും ബീഹാറിൽ മുഖ്യമന്ത്രിയെ നിതീഷ് കുമാർ സ്ഥാനമേറ്റു. പക്ഷേ 20 വർഷം ബീഹാറിലെ പോലീസിനെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ നിതീഷ് കുമാറിന് വെറും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് സൈഡാക്കുകയായിരുന്നു. സാധാരണയായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തന്നെയാണ് നിയമം, ക്രമസമാധാനം എന്നിവയുടെ ചുമതലയുള്ള ഹോം വകുപ്പ് കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ഈ കീഴ്വഴക്കം തെറ്റിച്ച് മറ്റ് മന്ത്രിമാർക്ക് ഈ വകുപ്പ് നൽകുന്ന അപൂർവം സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ബീഹാറും ഇപ്പോൾ ചേർക്കേണ്ടി വന്നു. നിതീഷിനെ മൂലക്കിരുത്തി ബി.ജെ.പി. ആണ് ബീഹാറിൽ ആഭ്യന്തരം കൈയാളിയത്. 2 പതിറ്റാണ്ടായി കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ് ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിക്ക് കൈമാറുകയായിരുന്നു. ബി.ജെ.പി. ആദ്യമായാണ് ബീഹാറിൽ ഈ നിർണായക വകുപ്പ് നേടിയെടുത്തത്. ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ എം.എൽ.എ. കൂടിയായ സാമ്രാജ് ചൗധരിയുടെ കൈകളിലേക്കാണ് ആഭ്യന്തരത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചതെന്ന ആക്ഷേപം ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്നാണ് ജൻസൂരജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസിനെ നിയന്ത്രിക്കുന്ന അധികാരം സാമ്രാജ് ചൗധരിയെ ഏൽപ്പിക്കുന്നതിലൂടെ ഒരു കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. സാമ്രാജ് ചൗധരിയുടെ ഭൂതകാലം പരിശോധിക്കുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ആശങ്കകൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് വ്യക്തമാകും. 1995 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം 6 പേർ കൊല്ലപ്പെട്ട ഗ്രനേഡ് ആക്രമണ കേസിൽ അദ്ദേഹവും പിതാവും ഉൾപ്പെട്ടിരുന്നു. ആ കേസ് തേച്ചു മായ്ച്ചു കളയാൻ വലിയ കളികളാണ് കളിച്ചിരുന്നത്. പിന്നീട് ഈ കേസിൽ സാമ്രാജ് ചൗധരിക്കെതിരെയും അദ്ദേഹത്തിന്റെ പിതാവിനെതിരെയും മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തള്ളിക്കളയുകയായിരുന്നു. 1995 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ട ഗ്രനേഡ് ആക്രമണ കേസിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പിതാവിനും വ്യക്തമായ പങ്കുണ്ടായിരുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ തെളിവ് സഹിതം ആരോപിക്കുന്നത്. മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ കേസ് പിന്നീട് തള്ളിക്കളഞ്ഞുവെങ്കിലും ഇത് തേച്ചു മായ്ച്ചു കളയാൻ വലിയ രാഷ്ട്രീയ കളികൾ നടന്നു എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. കൂടാതെ 1995 കേസിൽ വിചാരണ ഒഴിവാക്കാൻ വേണ്ടി ചൗധരി സുപ്രീം കോടതിയിൽ സ്വന്തം പ്രായം തിരുത്തി എന്നാണ് പ്രശാന്ത് കിഷോർ ആരോപിക്കുന്നത്. 2020 സത്യവാങ്മൂലം അനുസരിച്ച് കേസ് നടന്ന കാലത്ത് അദ്ദേഹത്തിന് 26 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണമെന്നും കിഷോർ ഉറപ്പിച്ചു പറയുന്നു. അതുകൂടാതെ 1999 ഏറെ വിവാദമായ ശില്പി ഗൗതം കൊലപാതക കേസിലും ചൗധരിക്ക് പങ്കുണ്ട് എന്ന ആരോപണങ്ങൾ മുൻപ് ഉയർന്നിരുന്നു. ഈ കേസ് CBI അന്വേഷിക്കുകയും മരണം ആത്മഹത്യയാണെന്ന് കാണിച്ച് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ കൈകളിലേക്ക് ബീഹാറിന്റെ ക്രമസമാധാനത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചതിന്റെ ഭവിഷ്യത്തുകൾ കണ്ടറിയേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് കിഷോർ നൽകുന്നത്. താൻ ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രശാന്ത് കിഷോർ ആവർത്തിച്ചു പറയുമ്പോഴും തനിക്കെതിരെ വധഭീഷണി നിലനിൽക്കുന്നു എന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾ ഏറ്റവും വലിയ ക്രിമിനൽ MLA-യുടെ കയ്യിലേക്ക് പോവുക എന്നതിന്റെ ഭീകരതയാണ് ഇവിടെ ചർച്ചയാകുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ചൂണ്ടിക്കാട്ടി ബീഹാറിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങി രോഷാകുലരായി പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പോലീസിനെ ഉപയോഗിച്ച് സാധാരണക്കാർക്കെതിരെ ബലപ്രയോഗം നടത്താനും ആവശ്യമെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാനും വരെ BJP നേതൃത്വം തയ്യാറായേക്കും എന്ന സൂചനയാണ് പ്രശാന്ത് കിഷോർ നൽകുന്നത്. 2 പതിറ്റാണ്ട് കാലം നിതീഷ് കുമാർ കൈകാര്യം ചെയ്ത പോലീസിന്റെ അധികാരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാവിന്റെ കൈകളിലേക്ക് മാറുമ്പോൾ നീതിയും നിയമവും വഴിമാറുമെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്നുമുള്ള ഭയമാണ് സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചതിന് തുല്യമെന്ന് വിശേഷിപ്പിക്കാൻ കിഷോറിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിൽ തുടരുമ്പോഴും BJP തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പിലൂടെ ശ്രമിക്കുകയാണ്.